നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാൽ ഈ ജനനി ഇതെവിടെ പോയതാ? വക്കീലിനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് എത്ര നേരമായി? സുപ്രീം കോടതി വക്കീലാണെന്നോ മറ്റോ അല്ലേ പറഞ്ഞേ? ഇനി ഡൽഹിക്ക് അങ്ങനെ പോയതാണോ? പൊട്ടത്തരം പറയാതെ ഡിക്രൂസേ. പിന്നെ സുപ്രീം കോടതി ആലപ്പുഴയിലാണോ? ഇനി ഇതെങ്ങാനും ആണോ? ആണെന്ന് തോന്നുന്നു. ഇത് തന്നെ കണ്ടാലറിയാം, ഇത് ഒറിജിനൽ സുപ്രീം കോർട്ടാണെന്ന്. എന്നാലും ജനനി ഇതെവിടെ പോയി? ഹലോ സർ. ഹലോ ആതിര മാഡം, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. എന്തിനാ എല്ലാവരോടും വന്നിരിക്കുന്നത്? കൂടും കുടുക്കെ എടുത്ത് എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്ക്, അല്ലെങ്കിൽ മാനം പോലും ബാക്കിയുണ്ടാവത്തില്ല. ഈ പോയ വക്കീലാരാണെന്ന് മനസ്സിലായോ? അഡ്വക്കേറ്റ് രാജഗോപാൽ, സാക്ഷാൽ ജഗന്നാഥ മിശ്രയുടെ ശിഷ്യൻ. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒരുപോലെ വിറപ്പിക്കുന്ന ഗജകേസരി. നിങ്ങൾ ഇനി ഏത് കൊടി കെട്ടിയ വക്കീലിനെ കൊണ്ടുവന്നാലും ഈ കേസ് ജയിക്കാൻ പോണില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആ ചെട്ടിയാരുടെ സൈഡ്. ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞതാ. ഒന്നുമല്ലേലും നിങ്ങൾ വെച്ചുണ്ടാക്കി തന്നത് ഞാൻ കുറെ കാലം കഴിച്ചതല്ലേ. നിങ്ങളുടെ തോറ്റു തുന്നമ്പാടിയ മുഖം കാണാൻ എനിക്ക് കെൽപ്പില്ലാത്തോണ്ട് പറഞ്ഞു പോയതാ. അതെ, ഇയാളുടെ ഉപദേശം ഇവിടെ ആരും ചോദിച്ചില്ല. ഡോ, താൻ എന്റെ പാട് നോക്കിപ്പോ. വിനാശകാലേ വിപരീത ബുദ്ധി, അല്ലാതെ ഞാൻ എന്ത് പറയാൻ. ഇങ്ങനെ പല പ്രഷറും ഉണ്ടാവും. നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കാൻ ചെട്ടിയാരുടെ ബുദ്ധിയാ. നമ്മൾ ഇതൊന്നും കാര്യമാക്കണ്ട. അതിനാര് കാര്യമാക്കി? എന്നാലും ജനനി മാഡത്തെ കാണാനില്ലല്ലോ മാഡംസ്. ചേച്ചി ഒന്ന് വിളിച്ചു നോക്ക്.
അല്ല നീ എന്താ? നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ പ്രശസ്തിയായ വക്കീൽ, അത് ഞാനാ. അഡ്വക്കേറ്റ് ജനനി സേതുമാധവൻ, BCom, LLB, LLM. ഞാനിതുവരെ നിങ്ങളിന്ന് മറച്ചു വെച്ചൊരു സത്യം. ഹൈക്കോടതിയിലെ നമ്പർ 1 അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ജൂനിയറാ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ. അതിനുവേണ്ടിയായിരുന്നു ഞാൻ ഇവിടുന്ന് മാറി നിന്നത്. നിങ്ങളെ ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ഞെട്ടലിലൂടെ ആവണമെന്ന് എനിക്ക് മോഹമുണ്ടായിരുന്നു. എന്റെ മോഹം ദൈവം സാധിച്ചു തന്നു. ഇതിലും വലിയൊരു ഞെട്ടൽ നിങ്ങൾക്ക് തരാൻ ഇനി എന്റെ കയ്യിൽ വേറെയില്ല. എന്നിൽ നിങ്ങൾക്ക് പരിപൂർണ വിശ്വാസമാണെങ്കിൽ ഈ വക്കാലത്ത് എന്നെ ഏൽപ്പിക്കാം. പക്ഷേ എനിക്കെന്നെ വിശ്വാസം. ഞാനിന്നിവിടെ ഏറ്റുമുട്ടാൻ പോകുന്നത് അഡ്വക്കേറ്റ് രാജഗോപാലിനോടാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തു പറയുന്നു? ഈ വക്കാലത്ത് നിങ്ങൾ എനിക്ക് തരുമല്ലേ? ഈ വഴികൾ താണ്ടി ഉയരും പുതുജീവൻ നൽകും പെണ്ണേ, നന്മയാകും പെണ്ണേ. ഈ വഴികൾ താണ്ടി ഉയരും പുതുജീവൻ നൽകും പെണ്ണേ, നന്മയാകും പെണ്ണേ. ഈ വഴികൾ താണ്ടി ഉയരും പുതുജീവൻ നൽകും പെണ്ണേ, നന്മയാകും പെണ്ണേ. ശേഷം കാഴ്ചയിൽ നിങ്ങൾ വാ. നീ ഉയർന്നവാ കനൽ പൂവേ, നീ ഉയർന്നവാ കനൽ പൂവേ, നീ ഉയർന്നവാ കനൽ പൂവേ, നീ ഉയർന്നവാ. പ്രൊസീഡ്. യുവർ ഓണർ, ഇതൊരു സാധാരണ സ്വത്ത് തർക്കമോ സാമ്പത്തിക ക്രമക്കേടോ അല്ല. ഇന്ത്യൻ നിയമങ്ങൾക്കും നമ്മുടെ ഭരണഘടനയ്ക്കും അപ്പുറം ഇതൊരു മാനവികതയുടെ പ്രശ്നം കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആർട്ടിക്കിൾ 17 നഗ്നമായ ലംഘനമാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഈസ് ഓവർറൂൾഡ്. യു കണ്ടിന്യൂ. യുവർ ഓണർ, വ്യക്തികളുടെ സ്വത്തുക്കൾ സംബന്ധിച്ച മനുഷ്യാവകാശമാണ് സ്വത്തവകാശം. ഒരു പൗരന് തന്റെ സ്വത്തുക്കൾ സമാധാനപരമായി ആസ്വദിക്കാനുള്ള അവകാശം ഏതൊരു രാജ്യത്തുമുണ്ട്. 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മുടെ രാജ്യം അത് മൗലിക അവകാശമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ എന്റെ കക്ഷിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നതും അതുതന്നെയാണ്. ചെട്ടിയാർ വീട്ടിലെ അലമേലു എന്ന എന്റെ കക്ഷി ജനിച്ചിട്ട് 16-ാം ദിവസം അയാളുടെ പേരിൽ എഴുതി വെച്ച 1500 കോടി ഇന്ന് നടപ്പ് വിലയുള്ള സ്വത്തുക്കളാണ് അപഹരിക്കപ്പെട്ടിട്ടുള്ളത്. അവളെ നോക്കി വളർത്തുവാൻ ഏൽപ്പിച്ച മാണിക്യമംഗലത്ത് വിശ്വനാഥൻ ആ സ്വത്തുക്കൾ തട്ടിയെടുക്കുക മാത്രമല്ല, അവൾ ആരാണെന്നുള്ള രഹസ്യം അവളെ അറിയിക്കാതെ വളർത്തുകയും അലമേലുവിനെ ആതിരയാക്കി പുനർനാമകരണം ചെയ്ത് അവളുടെ ഐഡന്റിറ്റി പോലും ഇല്ലാതാക്കുകയും ചെയ്തു.